കൂട്ടത്തിലാരും റൊമാൻറ്റിക്? കുഞ്ഞോള് തന്നെ. ആ വെരി ലീസ്റ്റ് റൊമാൻറ്റിക്. പക്ഷെ ഭയങ്കര രസമാണ് നിങ്ങളുടെ റൊമാൻസ് ഒക്കെ കാണാനും. വാട്ട് ഇഫ് ഐ ഡോണ്ട് ലിവ് അപ്പ് ടു ഹർ എക്സ്പെക്ടേഷൻസ് എന്നുള്ള പേടിയില്ല. ബിക്കോസ് അത്രയും റൊമാൻറ്റിക് ആയിട്ട് ഒരാൾ എൻ്റെ കയ്യിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണെന്ന് നമുക്കറിയില്ല. ഈ സത്യപ്രണയം മരിച്ചുപോയി എന്നൊക്കെ പറയാറുണ്ടല്ലോ. ഇന്ന് ആർക്കും ഒരു പ്യുവർ ലവ് ഇല്ല, ഒരു ടൈം കഴിഞ്ഞാൽ പ്രണയം മടുക്കും അങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ. ഇന്ന് പ്രണയത്തിന്റെ തീവ്രത മാറി തുടങ്ങി എന്നൊക്കെ പറയാറുണ്ട്. പണ്ട് It's become a trade. If I love you, I have to get this എന്നുള്ളൊരു ട്രേഡ് ആയി മാറി. ഇപ്പം സെക്കൻഡ് മാരേജ് ചെയ്യാൻ പോകുന്ന ഒരു ടെൻഷൻ എന്ന് പറയുന്നത് അവർക്കൊരു മകളുണ്ടെങ്കിൽ, പ്രായപൂർത്തിയായിട്ട് മകളുണ്ടെങ്കിൽ അവർ സുരക്ഷിതരായിരിക്കും എന്നൊരു ടെൻഷൻ ഉണ്ടാവും എല്ലാ പാരൻസിനും, സെക്കൻഡ് മാരേജ് എടുക്കുന്ന സ്ത്രീകൾക്ക്. അതുകൊണ്ട് തന്നെ ആ ഭയം ഉള്ളത് കൊണ്ട് തന്നെ സെക്കൻഡ് മാരേജ് റെഡി ആവാത്ത ഒരുപാട് സ്ത്രീകളെ നമുക്ക് നേരിട്ട് അറിയുന്ന ആളുകളുണ്ട്. ഇപ്പം ഈ കല്യാണത്തിന് റെഡി ആകുമ്പോൾ അങ്ങനെ ഒരു ടെൻഷനോ അങ്ങനെ ചിന്തകളോ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു? ചിന്ത വന്നിട്ടേ ഇല്ല. അങ്ങനെ ഏട്ടൻ്റെ കാര്യത്തിൽ എനിക്ക് വന്നിട്ടില്ല. കാരണം എനിക്ക് എൻ്റെ മകൾ എന്ന് പറഞ്ഞാൽ എൻ്റെ മകളാണ്. പോലെ എന്നൊരു വാക്ക്. ഇപ്പോൾ ഈ കല്യാണം കഴിഞ്ഞ വീഡിയോ ഒക്കെ താഴെ ഒരുപാട് നെഗറ്റീവ് പോസിറ്റീവായിട്ടുള്ള കമൻസ് ഒക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഈയിടെയായിട്ട് വന്നിട്ടുള്ള കമൻസുകളും കുറേ പേര് വീഡിയോസ് ക്രിയേറ്റ് ചെയ്തതും ഇൻ്റർവ്യൂവിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ എന്തുകൊണ്ട് ഈ പറയുന്ന എക്സ് വൈഫിനെ കുറിച്ച് സംസാരിച്ചു ചില കണ്ടിട്ടുണ്ടാവും? ഞാൻ സംസാരിച്ചില്ല. When somebody pokes directly onto your face, ദാ ഇത് കണ്ടോ എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ ഞാൻ അതിന് ഉത്തരം പറയാൻ ബാധ്യസ്ഥനാണ്. Because I'm not lying. കൊല്ലയില തെന്നൈ വൈത്ത് കുറുത്തോല പെട്ടി സെഞ്ചു. ഓക്കെ, അപ്പോൾ ഈ ഒരു മൂഡ് ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഫണ്ണായിട്ടുള്ള ഒരു മെറ്റ് ഫോർ ഈച്ചത്. ഓക്കെ, പാചകം ചേർന്ന് വയ്ക്കാം. ദിവ്യ ചേച്ചിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് പറ. August 29. കറക്റ്റ് ആണോ? ഓഗസ്റ്റ് 29. അല്ല. ആണോ? അല്ല, ഞങ്ങളിപ്പോ ഗൂഗിളിൽ സെർച്ച് ചെയ്തോ. കറക്റ്റ് ആണോ? അതിൽ നോക്കിയാൽ നമ്മൾ തെറ്റായിരിക്കും. അല്ല, തെറ്റിപ്പോയി. ഏതാ ശരിക്കും? ശരിക്കും ഡേറ്റ് ഓഫ് ബർത്ത് 27 ഓഗസ്റ്റ് തന്നെ. ഓക്കെ, അടുത്തത് ചേട്ടൻ റൊമാൻറ്റിക് ആവുന്ന സമയത്ത് ചേച്ചിയെ വിളിക്കുന്ന പേര്? എപ്പോഴും വിളിക്കുന്നത് കുഞ്ഞുമോളെയൊന്നും. കുഞ്ഞു വിളിക്കും. കുഞ്ഞു. നിക് നെയിം കുഞ്ഞുമോളേതാണോ? ഓക്കെ ഓക്കെ. അടുത്തത് മാരേജിന് ശേഷം നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മൂമെന്റ്? Whenever I see her smile. യെസ്, കല്യാണം കഴിക്കണ ആ സമയത്തായിരിക്കും. യെസ്. ചേച്ചിയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മൂമെന്റ് ഉണ്ടോ? സമയം കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ ഒരു ടൈം കിട്ടിയിട്ടില്ല എന്ന് ആലോചിക്കുക. അങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട്. ഇപ്പൊ കല്യാണത്തിന് മുമ്പ് നമ്മളൊക്കെ പ്രേമിക്കുമ്പോ കല്യാണത്തിന് ശേഷം ഇങ്ങനെ വേണം, ഇവിടെ പോണം എന്ന് വെച്ചാൽ അങ്ങനെയൊന്നുമില്ല. ഇതാണ് മെച്ചുവേർഡ് കല്യാണം, കുറച്ചും കൂടി ലൈഫിനെ കാണും, സീരിയസ് ആയിട്ട് കാണും, നോക്കി കാണും, അങ്ങനെയാണോ? അങ്ങനെയൊന്നുമല്ല, ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അല്ലേ ഇങ്ങനെ ചെയ്യണം അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. കുറച്ച് ഡിഫറെന്റ് ആണെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ, ചേച്ചി ഉണ്ടാക്കി തരുന്നതിൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡ്? നീർദോശ. ദോശ. നീർദോശ ചുവന്ന ചട്നി. ഓക്കെ, കണ്ണൂർ സ്പെഷ്യൽ ആണോ നീർദോശ? ഓക്കെ, ഞാൻ കണ്ണൂർ അറിയാം. കണ്ണൂർ പരിയാരം അടുത്താണോ? വിളയങ്കോട്. അടുത്താ? നമ്മളെ അല്പൊക്കെ കറിയിപ്പോയി. ഓക്കെ, നിങ്ങൾക്ക് ഒരുമിച്ച് പോവാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം? കണ്ണൂര്. കണ്ണൂര്. കണ്ണൂരെ കുറിച്ച് എന്തൊക്കെയാ പറഞ്ഞു? പറശ്ശിനിക്കടവ് പോണം. പറശ്ശിനിക്കടവ്, മുത്തപ്പനക്കാട്. കണ്ണൂരെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്? പ്രോബബ്ലി കണ്ണൂരെ കുറിച്ച് ഞാൻ കാണുന്നത് കുഞ്ഞുമോൾ കാണുന്ന പോലെ ആയിരിക്കില്ല. ഒരു 10 അടിക്ക് ഒരു കഥയും ചിറക്കലും അറയ്ക്കലും കടലായിയും പുതിയ തെരുവും തൃച്ചംബരവും രാജരാജേശ്വരനും, ഇതെല്ലാം അല്ലാതെ അഗസ്ത്യൻ്റെ ക്ഷേത്രവും സുന്ദരേശ്വരൻ്റെ ക്ഷേത്രവും ആലുവയിലെ ഡ്രൈ ഫ്രൂട്ട് അലുവ കിട്ടുന്നതും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ താമസിക്കുന്ന തെയ്യത്തിൻ്റെയും തിരയുടെയും കഥകളും കുറേയധികം കാര്യങ്ങളും ചരിത്രവും അങ്ങനെ
പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരിക്കലും തീരാത്ത ഒരു കഥാസമാഹാരം. കണ്ണൂർക്ക് രോമാഞ്ചാവും. ഇനി ഇത് മാത്രം ഞങ്ങൾ എടുത്തിട്ട് വീഡിയോ ചെയ്ത് ഞങ്ങൾ ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്യും. അല്ല, കണ്ണൂർ ഞാൻ ഒരിക്കൽ വിസിറ്റിൽ പോയിരുന്ന സമയത്ത് ഞാനവിടെ സ്ഥലം വാങ്ങിച്ചു, അതിൻ്റെ കുറച്ച് വർക്കിന് വേണ്ടി പോയതാണ്. അപ്പോൾ അമ്മ വിളിച്ചിട്ട് പറഞ്ഞു അവിടെ എന്തോ വലിയ പ്രശ്നം നടക്കുക. ഞാൻ പറഞ്ഞു എൻ്റെ കണ്ണിന് മുന്നിൽ ഒന്നും നടക്കുന്നില്ല. എവിടെയോ റീജിയണലൈസ് ചെയ്ത് നടക്കുന്ന ഒരു ചെറിയൊരു ഇഷ്യൂവിന് ഈ പറഞ്ഞ മറ്റേ കമൻ്റ് രോഗികളോ അല്ലെങ്കിൽ മീഡിയ വേറെ ഒരു രൂപം നൽകി എന്തോ ഒരു ഹൊറർ പിക്ചർ പോലെ ആക്കുകയാണ്. അങ്ങനെയൊന്നുമില്ല. സത്യം. ഞങ്ങളുടെ കണ്ണൂരാണ് എന്ന് പറഞ്ഞാൽ ആദ്യം ചോദിക്കുന്നത് ബോംബുണ്ടോന്നാ. എൻ്റെ അടുത്ത് സെറ്റ് പോയാൽ എവിടെ പോയാലും ചോദിക്കും ബോംബുണ്ടോ. ഇപ്പൊ ഞാൻ പറയും ബാഗിൽ 2 ഉണ്ട്, ആവശ്യത്തിന് ഇപ്പൊ ഞാൻ പൊട്ടിക്കും, അങ്ങനെയാ പറയാറ്. ഓക്കെ, ചേട്ടന് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യം? സൈലന്റ് ആയിട്ടിരിക്കുക, എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കണം. കറക്റ്റ് അല്ലേ? മനസ്സിലാക്കി. വഴക്കിട്ടിട്ടുണ്ടോ അതിന്? മിണ്ടാതിരിക്കുന്നത് അത് ഞാൻ മിണ്ടാതിരുന്നൂടാ, സംസാരിച്ചോണ്ടേ. എനിക്കാണെങ്കിൽ ഒന്നും സംസാരിക്കാനുണ്ടാവില്ല. ഓക്കെ, ആദ്യമായിട്ട് പരസ്പരം കൊടുത്തൊരു ഗിഫ്റ്റ്? ഇതിന്റെ മുകളിൽ എത്ര പ്രശ്നങ്ങളാണ് നടക്കുന്നത്. ഇപ്പൊ യൂട്യൂബിന്റെ കണക്ക് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ മറ്റേ വീട് എഴുതി കൊടുത്തു. അല്ല, ഞാൻ കുഞ്ഞുമൊക്കെ സ്വീറ്റ്സ് തൊട്ട്, ഞാനുണ്ടാക്കിയ സ്വീറ്റ്സ് തൊട്ട്, ആദ്യമായിട്ട് കണ്ടപ്പോൾ ഒരു ടസർ സിൽക്കിൻ്റെ സാരി, പിന്നെ ഓരോ സമയത്തും കുഞ്ഞുമോൾ എന്തെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് സാധിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം, ഒരു ഐലൈനർ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വാങ്ങിക്കാൻ പോകുന്നതിന് മുന്നേ തന്നെ കൊണ്ടെത്തിക്കാനുള്ളൊരു ശ്രമം നടത്തും. അപ്പോൾ അങ്ങനെ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്, പലപ്പോഴും ഫെയിൽ ചെയ്തിട്ടുണ്ട്. എൻ്റെ എന്താണ് ഈ ഇത്രയും വർഷത്തിൻ്റെ ഇടയിൽ ആദ്യമായിട്ട് 37ാമത്തെ വയസ്സിലാണ് എനിക്ക് മോള് സർപ്രൈസ് തരുന്നത്, ഒരു കേക്ക് വാങ്ങിയിട്ട്. അത്ര വരെ ആഘോഷിച്ചിട്ടില്ല, ബർത്ത്ഡേ കട്ട് ചെയ്യാൻ. 37ാമത്തെ വയസ്സിൽ മോളും പിന്നെ എൻ്റെ വേറൊരു കുട്ടിയുണ്ട് പ്രിൻസി എന്ന് പറഞ്ഞിട്ട്, ആ കുട്ടിയും കൂടി എനിക്ക് തന്ന ഗിഫ്റ്റ്. പിന്നെ 1 മാസം എൻ്റെ ബർത്ത്ഡേ ആഘോഷിച്ചത് ഏട്ടൻ. 1 മാസം ഫുള്ള്, ഒരാഴ്ചക്ക് വേണ്ടുന്ന ഗിഫ്റ്റ്, പിന്നെ അടുത്ത ആഴ്ചക്ക് വേണ്ടുന്ന ഗിഫ്റ്റ്, കംപ്ലീറ്റ് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. സന്തോഷായി. കൂട്ടത്തിലാരും റൊമാൻറ്റിക്? കുഞ്ഞോള് തന്നെ. വെരി ലീസ്റ്റ് റൊമാൻറ്റിക്. ഞാൻ ഇമോഷണൽ അല്ല, അല്ലെങ്കിൽ റൊമാൻറ്റിക് അല്ല. മേ ബി പണ്ട് മുതലേ അങ്ങനെയാണോ, അതോ ഒരു ടൈം കഴിഞ്ഞപ്പോൾ ലൈഫിൻ്റെ ഹാർഷ് റിയാലിറ്റീസ് നന്നായിട്ട് കണ്ട ആളാണ്. അതെൻ്റെ ഫ്രണ്ട്സിന് നന്നായിട്ട് അറിയാം, ഞാൻ എന്തൊക്കെയാണ് കണ്ടിട്ടുള്ളതെന്ന് അറിയാം. അതുകൊണ്ട് ചിലപ്പോൾ മേ ബി ഐ എം ലീസ്റ്റ് റൊമാൻറ്റിക്. അത് കുഞ്ഞുമോൾ തന്നെ. അത് കണ്ടിട്ടുണ്ടാവില്ല വീഡിയോസിലൊക്കെ ഇങ്ങനെ. പക്ഷെ ഭയങ്കര രസമാണ് നിങ്ങളുടെ റൊമാൻസ് ഒക്കെ കാണാനും. വാട്ട് ഇഫ് ഐ ഡോണ്ട് ലിവ് അപ്പ് ടു ഹർ എക്സ്പെക്ടേഷൻസ് എന്നുള്ള പേടിയുണ്ടാവും എപ്പോഴും. ബിക്കോസ് അത്രയും റൊമാൻറ്റിക് ആയിട്ടൊരാൾ എൻ്റെ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ വാട്ട് ഇഫ് ഐ ഫെയിൽ, ആ ഒരു ഇതുണ്ടാവും. അപ്പം മാക്സിമം എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഐ ട്രൈ ആൻഡ് ബ്രിങ് ബാക്ക് ദാറ്റ് ഹാപ്പിനെസ് ഇൻ ടു മൈ ലൈഫ്. അല്ല, ആ സമയത്ത് എൻജോയ് ചെയ്തതേ ഉള്ളൂ, പിന്നെ റൊമാൻസ് ഒന്നും വന്നില്ല. പിന്നെ അത് കാറ്റത്ത് അങ്ങ് എല്ലാവരും കൊണ്ടുപോയി. തിരക്കൊക്കെ ഒഴിഞ്ഞിട്ട് ഒന്ന് സമാധാനമായിട്ട് റൊമാൻസ് കൊണ്ടുവരാനെന്നായിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരുപാട് വർഷമായിട്ട് കല്യാണം കഴിഞ്ഞ ആ ഒരു ഫീലാണ് ഇപ്പോൾ ഉള്ളത്. ആ സമയത്തൊക്കെ നല്ലൊരു അത്രയും എൻജോയ് ചെയ്ത് അത്രയും ഹാപ്പിയായി അങ്ങനെ ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം മുതൽ ഓക്കെ, അടുത്തത്, പിണങ്ങി മിണ്ടാതെ ഇരുന്ന ആദ്യം എന്നും മിണ്ടുന്ന ആരാ? സാറേ ആണെങ്കിലല്ലേ? ഞാൻ സോറി പറയും. ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ എനിക്കിങ്ങനെ കിളപ്പിക്കൊടുക്കും സ്വഭാവമുണ്ട്. ഓക്കെ, ചേച്ചിയുടെ ഫേവറേറ്റ് കളർ എന്താ? റെഡ്. അല്ല, ഷെയ്ഡ്സ് ഓഫ് റെഡ് കുറേ ഉണ്ടാകും. അത് ലിപ്സ്റ്റിക് ആയാലും സാരി ആയാലും ചുരിദാർ ആയാലും റെഡ് കണ്ടു കഴിഞ്ഞാൽ അതൊരു ഒബ്സഷൻ പോലെ. അതിനിപ്പോൾ കണ്ണൂരിൻ്റെ എഫക്റ്റ് ആണെന്ന് എനിക്കറിയില്ല.
ഇവ കല്യാണത്തിന് കഴിഞ്ഞിട്ട് പാട്ട് പാടി കൊടുക്കുന്നൊക്കെ ഈ സമയത്ത് ഈ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് പലരും ഇത്രയും ടാലന്റ് ആണ്, ഇത്രയും വർക്കുകൾ ചെയ്തിട്ടുള്ള ആളാണ്, പക്ഷെ ഒരു കല്യാണം ഒരു കാരണമായി വന്നു ഞാൻ ചെയ്ത വർക്കുകൾ അറിയായിരിക്കും ആളുകൾക്കൊക്കെ, എങ്കിലും കൂടുതൽ പേർക്ക് ഈ ഒരു കല്യാണത്തിലൂടെ ഓ ഇന്നാളായിരുന്നു ഇന്നാള് നമ്മൾ ചിന്തിക്കുന്ന രീതി ഉണ്ടല്ലോ അതൊക്കെ മാറിയത്. അതിന് എങ്ങനെ നോക്കിക്കാണുന്നത്? നേരത്തെ എന്നെ അറിയണമായിരുന്നു അല്ലെങ്കിൽ ഈ ഒരു കല്യാണം വേണ്ടി വന്നു അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? പല ആൾക്കാരും വാൻ ഗോഫ് പോലത്തെ ഒരു പെയിൻറ്ററിനെ വാൻ ഗോഫ് മരിച്ചു കഴിഞ്ഞിട്ടാണ് എല്ലാവരും പറയുന്നത്. ഡവിൻചീനെ ആൾക്കാർ ജീവിച്ചിരുന്നപ്പോൾ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടോയെന്ന് അറിയില്ല. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇത്രയും ആയില്ലേ, നല്ലതല്ലേ? നേരത്തെ അല്ലെങ്കിൽ പിന്നെ എൻ്റെ ആദ്യത്തെ പെയിൻറ്റിങ് എക്സിബിഷൻ 9ാമത്തെ വയസ്സിലാണ് ആസ് എൻ ആർട്ടിസ്റ്റ്. ഡു ഐ വോണ്ട് ടു ബി നോൺ ആസ് എ പെയിൻറ്റർ? നിർബന്ധമില്ല. 87ാമത്തെ ബുക്കായി. ഡു ഐ വോണ്ട് ടു ബി നോൺ ആസ് എൻ ഓഥർ? ഇല്ല. ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന പാവം ദിവ്യയുടെ ഹസ്ബൻഡ്, അങ്ങനെ അറിയപ്പെടുന്നത് നല്ലതല്ലേ? ഇപ്പോൾ ഒരുപാട് ആൾക്കാർ എന്താണെന്ന് അറിഞ്ഞില്ലേ? അത് ഒരുപാട് ആൾക്കാർ അറിഞ്ഞു. അല്ല, ബട്ട് വാട്ട് ഐ എം സീയിങ് ഇസ് ഈ ഒരു പോപ്പുലാരിറ്റി ഇറ്റ് ഈസ് ബിക്കോസ് ഐ ഗോട്ട് മാരിഡ് ടു ഹർ. അത് അങ്ങനെ തന്നെ ആട്രിബ്യൂട്ട് ചെയ്യണം. എല്ലാവരും ചോദിച്ചു ഇതെല്ലാം കൂടെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു? ഞാനൊരു മകനാണ്, ഭർത്താവാണ്, അച്ഛനാണ്, ഫ്രണ്ടാണ്, ബോസാണ്, ട്യൂട്ടറാണ്, എല്ലാമാണ്. ഇത് മാനേജ് ചെയ്യാനൊന്നുമില്ല. 24 മണിക്കൂർ ഞാൻ ഇതെല്ലാമാണ്. സോ ഐ ഡോണ്ട് തിങ്ക് ഇത് നേരത്തെ അറിയണമായിരുന്നു, ഇപ്പം അറിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ഇപ്പം വിഷമിക്കേണ്ട കാര്യമില്ല. ഇപ്പം അറിഞ്ഞല്ലോ, ഓക്കെ, ഐ എം ഹാപ്പി. എല്ലാം പോസിറ്റീവായിട്ട് കാണുന്ന ഒരാളാണല്ലേ? പക്ഷെ അങ്ങനെ ചിലപ്പോൾ കുഞ്ഞുമൊക്കെ അങ്ങനെ തോന്നിയെന്ന് വരത്തില്ല. എന്തോ എല്ലാം ഞാൻ പോസിറ്റീവായിട്ട് കാണുന്നു അല്ലാന്നൊക്കെ അടുത്തറിയതുകൊണ്ടാണോ? അല്ല, ഇപ്പം നമുക്കെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം എന്തെങ്കിലും ഉണ്ടെങ്കിൽ വഴക്കടിക്കാനും ഒക്കെ പറ്റുള്ളൂ, നാട്ടുകാരോട് പറ്റൂലല്ലോ. അതില്ല. നിങ്ങൾ രണ്ടുപേരും രണ്ട് സ്റ്റേജ്, അതായത് ആദ്യം നിങ്ങൾക്കൊരു മാരേജ് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് നിങ്ങളൊരു മാരീഡ് ആവുന്ന ആൾക്കാരാണ്. അപ്പം ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കില്ല അതിനെ നോക്കിക്കാണുന്ന വിധവും? നമ്മൾ ആദ്യത്തെ മാരേജിനെ ചിന്തിക്കുന്ന രീതി അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത പോലെയേ അല്ലല്ലോ ചിന്തിക്കുന്നു. ഇപ്പോൾ കുഞ്ഞ് ചെയ്ത പ്രീവിയസ് ഇന്റർവ്യൂ ആലോചിക്കുന്നുണ്ടോ? ഇപ്പം ആലോചിക്കുന്നുണ്ടോ? ഇപ്പം ആലോചിക്കുന്നില്ല, ഇപ്പൊ ചോദിച്ചപ്പോൾ ആലോചിച്ചു. അതുപോലെ ഞങ്ങളത് പഴയത് ആലോചിക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ ഇപ്പോൾ ജീവിക്കേണ്ട ജീവിതത്തിനെ കുറിച്ച് ആലോചിക്കാതെ പണ്ട് എന്ത് നടന്നു എന്ന് കമ്പാരിസൺ എന്ന് വന്നു തുടങ്ങുന്നു, അന്ന് പ്രശ്നം തുടങ്ങും. അയാൾ അങ്ങനെ ചെയ്തു, ഇയാൾ ഇങ്ങനെ ചെയ്തു, നീ ഇങ്ങനെ ചെയ്തില്ല. എന്തിനാണ്? ലൈഫ് നാശമാക്കാൻ അതൊക്കെ മതി. സത്യം. അങ്ങനെ ഒരു കമ്പാരിസന്റെ ആവശ്യമില്ല. ഈ സത്യപ്രണയം മരിച്ചുപോയി എന്നൊക്കെ പറയാറുണ്ടല്ലോ. ഇന്ന് ആർക്കും ഒരു പ്യുവർ ലവ് ഇല്ല, ഒരു ടൈം കഴിഞ്ഞ് ആ പ്രണയം മടുക്കും അങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ. ഇന്ന് പ്രണയത്തിന്റെ തീവ്രത മാറി തുടങ്ങി എന്നൊക്കെ പറയാറുണ്ട്. പണ്ട് It's become a trade. If I love you, I have to get this എന്നുള്ളൊരു ട്രേഡായി മാറിക്കഴിഞ്ഞു. ഞാൻ അതാണ് പറഞ്ഞത്, എൻ്റെ ആർട്ടിക്കിളിൽ പറഞ്ഞ പോലെ ഇന്നും സത്യമായിട്ടുള്ള പ്രണയമുണ്ട്. ഹാവ് എ പെറ്റ് ഡോഗ്, യു വിൽ അണ്ടർസ്റ്റാൻഡ് വാട്ട് ലവ് ഇസ്. അതുപോലെ പട്ടിയെ പോലെ സ്നേഹിക്കാൻ പറ്റുമോ? വാട്ട് എവർ ബി ദ മിസ്റ്റേക്ക്, ഒരു പട്ടിയെ പോലെ പുറകെ നടന്ന് സ്നേഹിക്കാൻ പറ്റുമോ? ദെൻ യു ആർ ഡൂയിങ് എ ട്രൂ ലവ്. അത് മോശം എന്നല്ല ഞാൻ പറയുന്നത്. അൺകണ്ടീഷണൽ. 7 ദിവസം 8 ദിവസം ആഹാരം കൊടുക്കാതെ 9ാമത്തെ ദിവസം കാണുമ്പോൾ അപ്പോഴും വാലാട്ടി കൊണ്ടുവരുന്ന ആ ഒരു സ്നേഹം, അത് മനുഷ്യന് പറ്റുമോ എന്നുള്ളത് ഡൗട്ടാണ്. പക്ഷേ യു ക്യാൻ ട്രൈ. പലപ്പോഴും ഐ ക്യാൻ ഈവൻ ഫീൽ ദാറ്റ് എന്താണ് ഒരു കംപ്ലീറ്റ് അനൈഹിലേഷൻ. ഞാൻ അല്ലാണ്ടായിക്കൊണ്ട് എനിക്ക് സ്നേഹിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. അതെന്ന് ചെയ്യാൻ പറ്റുമോ എന്ന് പ്രോബബ്ലി ഐ ഡു ദാറ്റ്. ഇപ്പം സെക്കൻഡ് മാരേജ് ചെയ്യാൻ പോകുന്ന സ്ത്രീകളുടെ ഒരു ടെൻഷൻ എന്ന് പറയുന്നത് അവർക്കൊരു മകളുണ്ടെങ്കിൽ, പ്രായപൂർത്തിയായിട്ട് മകളുണ്ടെങ്കിൽ അവർ സുരക്ഷിതരായിരിക്കും എന്നൊരു ടെൻഷൻ ഉണ്ടാവും എല്ലാ പാരൻസിനും സെക്കൻഡ് മാരേജ് എടുക്കുന്ന സ്ത്രീകൾക്ക്. അതുകൊണ്ട് തന്നെ ആ ഭയം ഉള്ളത് കൊണ്ട് തന്നെ സെക്കൻഡ് മാരേജ് റെഡി ആവാത്ത ഒരുപാട് സ്ത്രീകളെ നമുക്ക് നേരിട്ട് അറിയുന്ന ആളുകളുണ്ട്. ഇപ്പം ഈ കല്യാണത്തിന് റെഡി ആകുമ്പോൾ അങ്ങനെ ഒരു ടെൻഷനോ അങ്ങനെ ചിന്തകളോ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നോ? ചിന്ത വന്നിട്ടേ ഇല്ല. അങ്ങനെ ഏട്ടൻ്റെ കാര്യത്തിൽ എനിക്ക് വന്നിട്ടില്ല. കാരണം എനിക്ക് എൻ്റെ മകൾ എന്ന് പറഞ്ഞാൽ എൻ്റെ മകളാണ്. പോലെ എന്നൊരു വാക്കില്ല. ആ പോലെ എന്നുള്ള വാക്ക് പലരും യൂസ് ചെയ്തു, അതെന്നെ ഹേർട്ട് ചെയ്തു. പക്ഷെ അത് പോലെയല്ല. ഇപ്പോൾ മേ ബി
ഒരു ഒഫീഷ്യൽ ഡോക്യുമെൻറ്റിനകത്ത് മായാദേവിയുടെ അച്ഛൻ്റെ പേര് എൻ്റെ ആയിരിക്കില്ല, പക്ഷെ ദൈവത്തിനറിയാം. അല്ലെങ്കിൽ ദേവാനന്ദൻ്റെ അച്ഛൻ, അവർക്കറിയാം, എനിക്കറിയാം. അതുപോലെ ഡു ഐ നീഡ് എനിത്തിങ് മോർ? ഐ ഡോണ്ട് തിങ്ക് സോ. അത്രയേ ഉള്ളൂ. ഈ ആളുകളെ ഈ ഇത്തരത്തിലുള്ള കമന്റ്സ് വരുന്ന സമയത്ത് നമ്മുടെ മകളെ പോലെ കാണുന്ന ഒരാളെ കുറിച്ചാണ് ഈ പറയുന്നത്. മക്കളെ പോലെയല്ല, മക്കളെ. അതെ, തീർച്ചയായിട്ടും. അപ്പൊ അത്തരം കമന്റ്സ് വരുന്ന സമയത്ത് എന്തുകൊണ്ട് ഇവർ ഈ രീതിയിൽ ചിന്തിക്കണം? അവരുടെ മൈൻഡ് എന്താ അത്തരത്തിൽ ആ രീതിയിൽ ചിന്തിക്കാനുള്ള കാരണം എന്താണ്? എനിക്ക് അവരുടെ മക്കളെ കുറിച്ച് ആലോചിക്കുമ്പോൾ ടെൻഷനാണ്. അവരങ്ങനെ മോശമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ്. അവരുടെ മക്കൾ കെയർഫുൾ ആയിരിക്കണം. അത്രയും. If they can look at me and talk like that, probably they are thinking like that. ഇപ്പോൾ ഈ കല്യാണം കഴിഞ്ഞ വീഡിയോ ഒക്കെ താഴെ ഒരുപാട് നെഗറ്റീവ് പോസിറ്റീവായിട്ടുള്ള കമൻസ് ഒക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഈ ഇടയായിട്ട് വന്നിട്ടുള്ള കമൻസുകളും കുറേ പേര് വീഡിയോസ് ക്രിയേറ്റ് ചെയ്തതും ഇൻ്റർവ്യൂവിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ എന്തുകൊണ്ട് ഈ പറയണ എക്സ് വൈഫിനെ കുറിച്ച് സംസാരിച്ചു ചില കണ്ടിട്ടുണ്ടാവും? ഞാൻ സംസാരിച്ചില്ല. When somebody pokes directly onto your face, ദാ ഇത് കണ്ടോ എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ ഞാൻ അതിന് ഉത്തരം പറയാൻ ബാധ്യസ്ഥനാണ്. ബിക്കോസ് ഐ എം നോട്ട് ലൈങ്. ഞാനൊന്നും മറച്ചു വയ്ക്കാതെ തുറന്നു പറഞ്ഞത് മാത്രമേ ഞാൻ ചെയ്തുള്ളൂ. അത് അവർക്ക് ആ ഒരു ത്രിൽ, അതായത് എങ്ങനെയെങ്കിലും ഇത് പൊളിച്ചടുക്കണം, അങ്ങനെ ഇപ്പോൾ ഇവർ സന്തോഷമായിട്ട് ജീവിക്കണ്ട എന്നുള്ള രീതിയിലാണ് ചിന്തിച്ചതെന്നുണ്ടെങ്കിൽ, അങ്ങനെ പറഞ്ഞ് അവരോട് ഞാൻ ചോദിക്കുകയും ചെയ്തു, നിങ്ങളുടെ പേരിലാണ് ഇങ്ങനെ ഒരു പോസ്റ്റ് വരുന്നെന്നുണ്ടെങ്കിൽ വിൽ യു ലൈക്ക് ഇറ്റ്? ഞാൻ ചോദിച്ചു. വീഡിയോ ക്രിയേറ്റ് ചെയ്ത ആളോട് സംസാരിച്ചിട്ട് അതിലിപ്പോൾ പ്രൊഫഷനെ വരെ പറഞ്ഞിട്ട് ആയിക്കോട്ടെ. എൻ്റെ പ്രൊഫഷൻ, ഞാൻ വക്കീലാണ്. എൻ്റെ എൻറോൾമെൻറ്റ് നടന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത ആൾക്കാരാണ്. എൻ്റെ ബാർ കൗൺസിൽ സെക്രട്ടറി എന്നെ വിളിച്ച് ചോദിച്ചു, കൃഷ്ണ എങ്ങനെ ചോദിക്കുന്നു, ഞാൻ എന്താ പറയേണ്ടത്? സാറ് പറഞ്ഞു. ബിക്കോസ് എൻ്റെ എൻറോൾമെൻറ്റ് പ്രോപ്പറായിട്ട് നടന്നതാണ്. ഐ ആം എൻ അഡ്വക്കേറ്റ്. സംശയമുള്ളവർക്ക് എനിക്കൊന്നും പറയാനില്ല. അവർ സംശയിച്ചോട്ടെ, ഇറ്റ്സ് ഓക്കെ. ഓക്കെ. ഈ ഒരു മൂഡ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഒരു പാട്ട് പാടാം. ഞാൻ അന്ന് നേരിട്ട് എനിക്ക് കേൾക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അന്ന് തലേന്ന് പാട്ട് രസമായിട്ട് പാടി തന്നിട്ടുണ്ടായിരുന്നു. ആഗ്രഹമില്ലേ? ഇപ്പൊ സമയം കിട്ടുന്നില്ല. എനിക്ക് എപ്പോഴും ആഗ്രഹമുണ്ട് പാട്ട് പാടാൻ. എപ്പോഴും പാടിക്കുകയും ചെയ്യും. എപ്പോഴും കൂടുതൽ പാടിപ്പിക്കുന്ന പാട്ട് ഏതാ? പറഞ്ഞു പാടിപ്പിക്കണേ. എനിക്ക് ഇഷ്ടപ്പെട്ട കൊല്ലയിലെ ആ പാട്ടൊന്ന് പാടും. கொல்லையில தென்னை வைத்து குருத்தோல வெட்டி செஞ்சு சீனி போட்டு நீ திங்க செல்லமாய் பிறந்தவளோ, மரக்கிளையில் தொட்டில் கட்ட மாமனவன் மெட்டு கட்ட, மரக்கிளையில் தொட்டில் கட்ட மாமனவன் மெட்டு கட்ட, அரண்மனையை விட்டு வந்த அல்லீராணி கண்ணுறங்கு, கொல்லையில தென்னை வைத்து குருத்தோல பெட்டி செஞ்சு. ഇപ്പോൾ പനിയാന്ന് പറഞ്ഞു ചേച്ചി. ഇപ്പോൾ ഇത്രയും ടയർഡ്, നേരത്തെ ചോദിച്ചതാണ്, ഇത്രയും വയ്യായ്മ വേണമെങ്കിൽ ഇത് നമുക്ക് മാറ്റി വെക്കാം എന്ന് പറയാമല്ലോ. ഞാൻ ഇൻ്റർവ്യൂ കുറേ മീഡിയസിൽ തന്നെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഞാൻ കേട്ട കാര്യമാണ്, എപ്പോൾ ഇൻ്റർവ്യൂ ചോദിച്ചാലും എന്ത് വർക്ക് ചെയ്യണം നോ പറയില്ല, നമുക്ക് ചെയ്യാം എന്ന് പറയും. അത് എനിക്കത് കല്യാണം കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ, തൃശ്ശൂരിൽ നിന്ന് വരുന്ന ദിവസം അല്ലേ, രാത്രി വരെ എല്ലാ മീഡിയസിനും ഇൻ്റർവ്യൂ കൊടുത്തു. വേണമെങ്കിൽ നമുക്കത് നെക്സ്റ്റ് ഡേ എന്ന് പറയാം. 3:30 വെളുപ്പിന്. അതെല്ലാവരും ചെയ്യുന്ന കാര്യമില്ല, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു? ഞാൻ ആസ് എ മീഡിയ പേഴ്സൺ, ഞാൻ റേഡിയോയിൽ വർക്ക് ചെയ്ത് 700ഓളം മേജർ ഇൻ്റർവ്യൂസ് ചെയ്തിട്ടുള്ള. ഐ ഹവ് ഇൻ്റർവ്യൂഡ് പീപ്പിൾ ലൈക്ക് ജെഫ്രി ആർച്ചർ, ബെൻസീർ ഭുട്ടോ, അതുപോലുള്ള കുറേയധികം പേഴ്സണാലിറ്റീസ്. ബെൻസീർ ഭുട്ടോൻ്റെ ഇൻ്റർവ്യൂവിന് പോയ സമയത്ത് ഐ റീച്ച് ഡേ ബൈ 4:45. 5 മണിക്കാണ് ഈ ടൈം തന്നിരുന്നത്. അപ്പോൾ പുറത്ത് ഞാൻ നിൽക്കുന്നത് കണ്ടിട്ട് അവർ ഗാർഡ്സിനെ വിട്ടിട്ട് എന്നെ അകത്തേക്ക് കൊണ്ടുവന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചത്, ക്യാൻ ഐ ടേക്ക് 10 minutes ഓഫ് യോഴ്സ്? നീ നേരത്തെ വന്നു എന്ന് പറഞ്ഞ് മനസ്സിലാക്കുമായിരുന്നു. ബട്ട് ആ സമയവും ഷീ വാസ് ഹെൽപ്പിങ് നാട്ടിലുള്ള ആൾക്കാർക്ക് ഓരോ കോൾസ് എല്ലാം അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ദ കൈൻഡ് ഓഫ് ഐ വുഡ് സേ ദ ബോണ്ട് ഷീ ക്രിയേറ്റഡ് വിത്ത് ദാറ്റ് ഇൻ്റർവ്യൂ, എനിക്ക് മോഹത്തർമ ബെനസീർ ഭുട്ടോ എന്ന് പറയാൻ തന്നെയാണ് തോന്നുന്നു. ആസ് എ പേഴ്സൺ
ഇന്ദിരാഗാന്ധിനെ പോലെയോ അല്ലെങ്കിൽ മാർഗരറ്റ് താച്ചറിനെ പോലെയോ അത്രത്തോളം സ്ട്രോങ് ആയിട്ടുള്ള ഒരാൾ. അവരെന്തുകൊണ്ട് എൻ്റെ അടുത്ത് നോ പറഞ്ഞില്ല? ഇൻ്റർവ്യൂ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ റെക്കോർഡർ കേടായിപ്പോയി. പിന്നെയും ചെയ്യണം എന്ന് പറഞ്ഞപ്പം ആദ്യം തൊട്ട് എന്തുകൊണ്ട് അവർ ഇൻ്റർവ്യൂ തന്നു? ജെഫ്രി ആർച്ചർ ഒരിക്കൽ ഇൻ്റർവ്യൂ തന്നു, അടുത്ത പ്രാവശ്യം ഇൻ്റർവ്യൂ തന്നു, ആ പ്രീവിയസ് ഇൻ്റർവ്യൂവിൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ ബാക്കി വരെ ആൻസർ ചെയ്തു. വൈ ഷുഡ് വി ഡു ദാറ്റ്? അത് അവരുടെ ഗ്രേറ്റ്നെസ് അല്ലേ? സോ അത് ഞാൻ പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ ദേ ആർ ആക്ച്വലി മൈ ഗുരൂസ്. ഇവർ എന്നെ പഠിപ്പിച്ചത് ഒരാൾ ഇൻ്റർവ്യൂവിന് ചോദിക്കുമ്പോൾ ബെനസീർ ഭുട്ടോ ആണ്, എന്തിനാ ഒരു മലയാളി മീഡിയക്ക് ഇൻ്റർവ്യൂ കൊടുക്കുന്നത്, അങ്ങനെ ചിന്തിച്ചില്ല. ഷീ സെഡ് യെസ്. ജെഫ്രി ആർച്ചർ, ഞാൻ UK കാരനാണ്, എന്തിനാണ് ഞാൻ ഒരു ഇന്ത്യന് ഇത് കൊടുക്കുന്നത് എന്നൊന്നും ചിന്തിച്ചില്ല. സോ ദേ സെറ്റ് ആൻ എക്സാമ്പിൾ ഓഫ് വാട്ട് എ പേഴ്സൺ കുഡ് ബി. അത് ഫോളോ ചെയ്യുന്നു എന്നല്ലാതെ വേറെ ഒന്നും ഞാൻ ചെയ്തില്ല. പിന്നെ ആൾക്കാർ പറയും നിർത്തിക്കൂടെ ഈ ശല്യം, കാണണ്ട, ഡോണ്ട് വാച്ച്, ഇറ്റ്സ് യുവർ ചോയ്സ്. യൂട്യൂബ് ഡസൻ ഫോഴ്സ് യു. അതായത് ഈ ഇൻ്റർവ്യൂ കണ്ടേ പറ്റുമെന്ന് ഞങ്ങൾ പറയുന്നില്ല, നിങ്ങൾ കമൻറ്റ് ചെയ്തേ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല. കുഞ്ഞുമോൾ എന്തായാലും പറയില്ല, ഞാൻ പറയില്ല. സോ ഐ വുഡ് സേ ദർ ഇസ് നോ വൺ ഫോഴ്സിങ് എനി വൺ. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റാവുന്നത് ഇപ്പോൾ എന്നെ കുറ്റം പറഞ്ഞിട്ട് റീച്ച് കിട്ടുന്ന ആൾക്കാർക്ക് അറ്റ്ലീസ്റ്റ് ഞാൻ അങ്ങനെ ഉപകാരപ്പെട്ടില്ലേ, നല്ലതല്ലേ? അപ്പം നടക്കട്ടെ. അതുകൊണ്ടാണ് ഐ ഡോണ്ട് സേ നോ. എത്ര രാത്രിയായാലും കുഴപ്പമില്ല, എന്നെക്കൊണ്ട് പറ്റാവുന്ന മാക്സിമം. ഇപ്പോൾ വയ്യ, മേ ബി നാളെ സെൻസേഷനിലായിട്ട് ചിലപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബോധം കെട്ട് വീണാൽ നിങ്ങൾക്കത് സെൻസേഷനാണ്. ഇപ്പം രണ്ടുപേരും കുറച്ച് വർഷങ്ങൾ ഒറ്റയ്ക്ക് ജീവിച്ച ആളുകളാണ്. ഇപ്പം ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റും എന്ന് തെളിയിച്ച ആളുകളുണ്ട്. പക്ഷെ നിങ്ങളെ സംബന്ധിച്ച് ഒരു മനുഷ്യന് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റുമോ? മാൻ ഇസ് എ സോഷ്യൽ ആനിമൽ എന്ന് പറയുന്ന സോഷ്യൽ സയൻസിൻ്റെ ബേസിക് തിയറി അപ്ലൈ ചെയ്താൽ നോ. പിന്നെ അഹങ്കാരത്തിന് വേണമെങ്കിൽ പറയാം ഞാൻ ഒറ്റയ്ക്കെല്ലാം ചെയ്തോളാം, ഞാൻ ചെയ്തോളാം. ഡസൻറ്റ് ഹാപ്പൻ ദാറ്റ് വേ. നമുക്ക് സിമ്പിളായിട്ടൊരു കാര്യം, നമുക്ക് നമ്മുടെ മുതുക് കാണാൻ പറ്റില്ല, അത്ര പോലും പറ്റില്ല. ഔളിനെ പോലത്തെ ബേർഡ്സിനൊക്കെ 360 തിരിക്കാൻ പറ്റും. എനിക്ക് എൻ്റെ മുതുക് കാണാൻ പറ്റില്ല. എടാ ബാക്കിൽ സ്റ്റെയിൻ എന്തെങ്കിലും ഷർട്ടിൽ മറ്റേ ഇങ്കിൻ്റെ സ്റ്റെയിൻ ഉണ്ടോ എന്ന് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് ചോദിക്കും. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഞാൻ കാണില്ല, ഊരി നോക്കേണ്ടി വരും. ലൈഫ് ഇസ് ഈസിയർ ഇഫ് യു ഹാവ് എ കമ്പാനിയൻ. ആ കമ്പാനിയൻ മാത്രമേ ഞാൻ കുഞ്ഞുമുള്ള നോക്കുന്നുള്ളൂ, വേറെ ഒന്നും കൂടുതൽ ഞാൻ ചോദിക്കുന്നില്ല. ഐ എം നോട്ട് ആസ്കിങ് ഹർ ടു ബി സംതിങ്, ഒരു എന്താ പറയുക, അങ്ങനെ ഒരു ഹയർ എക്സ്പെക്റ്റേഷൻസും ഇല്ല. എൻ്റെ ഒരു സുഹൃത്ത്, ആ വാക്കിന് നല്ലൊരു മീനിങ് ഉണ്ട്, നല്ല ഹൃദയമുള്ള സുഹൃത്ത്, അത്ര മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ചോദിക്കുന്നില്ല. ഈ കല്യാണത്തിന് മുമ്പ് നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യം ഉണ്ടല്ലോ, ഐ മീൻ ഇഷ്ടമാണ്, നമുക്കൊരു പാർട്ട്ണർ വേണം, ലൈഫ് ലോങ് ഒരാൾ വേണം എന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിലും ഒരു കല്യാണത്തിന് ശേഷം ഒരു ചേഞ്ച് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അതോ ഈ 2 ആഴ്ചക്കുള്ളിൽ ഒരു ചേഞ്ച് ഫീൽ ചെയ്തിട്ടുണ്ടോ ആളില്? പലപ്പോഴും ഗുരുവായൂർ അങ്ങനെ നടക്കാറുണ്ട്, കേട്ടാൽ പോകുന്ന ആൾ മാറിപ്പോകും. ഇത് അങ്ങനെ നടന്നില്ല, ഒരു ചേഞ്ച്. ഞാൻ പരിചയപ്പെട്ട ആ സമയത്ത് എങ്ങനെയാണോ സ്വഭാവം അത് തന്നെയാണ് ഇപ്പോഴും, ഒരു മാറ്റമില്ല. അപ്പോഴും രാത്രിയും പകലും ഇല്ലാതെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും, ഇപ്പോഴും അങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. ഇപ്പൊ കൂടെ കൂട്ടി ഓടുന്നു, അത്രയോ. അല്ല, അന്ന് സംസാരിക്കാൻ കുറച്ചെങ്കിലും നേരം ഉണ്ടായിരുന്നു, ഇപ്പൊ അതില്ല, ഉണ്ടാവും. പക്ഷെ ഇത് എൻജോയ് ചെയ്യുന്നില്ലേ ഈ ഒരു തിരക്കും ആളുകള് ഇന്റർവ്യൂ കൊടുക്കലും ഉണ്ടായിരുന്നെങ്കിലും ഇതൊരു കുറച്ചും കൂടി തിരക്കായില്ലേ നിങ്ങളുടെ ഇടയിൽ? അത് നിങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ടോ? എൻജോയ് ചെയ്യുന്നൊക്കെ ഉണ്ട്, പക്ഷെ ഈ എന്താ പറയാ, വയ്യായിക വരുമ്പോഴുള്ള ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഇപ്പം ഏട്ടൻ മല്ലേട്ടൻ ഇപ്പം പനി, അതിന് ഇപ്പം നമ്മൾ അവിടുന്ന് കാറെടുത്ത് വന്നു, ഡ്രൈവറൊന്നും വെച്ചില്ല, ഒറ്റയ്ക്ക് തന്നെ എല്ലാം. അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. ഷൂട്ടിന് പോയി തിരിച്ച് വന്നു. ഇത് അഹങ്കാരം എന്നല്ലേ, ഇവര് വലിയ കൊമ്പത്തെ ആള് അഹങ്കാരം പറയുന്നൊക്കെ പറയും, പക്ഷെ നമ്മൾ അവസ്ഥ പറഞ്ഞതാ. പോയി വന്നു ഒറ്റയ്ക്ക്, ഈ കാലിൻ്റെ വേദന, എനിക്ക് കാല് വയ്യ, നീര് അത്രയും നീരാണ് കാലിൽ, 2 ആളെ കാലിലും. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ വന്ന് നമുക്ക് വയ്യാതിരിക്കുമ്പോഴുള്ളൊരു പ്രശ്നം, അല്ലാതെ കണ്ട് നമ്മൾ ഫുൾ ഹാപ്പിയാണ്. അല്ല, നമ്മൾ കല്യാണം കഴിച്ചതിനോട് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം നമ്മൾ പുറത്ത് പോകുമ്പം ഏട്ടന് അത്യാവശ്യം ആൾക്കാർക്കൊക്കെ അറിയാം. ഞാൻ ഇത്രയും സീരിയൽ ചെയ്തിട്ടുണ്ടെങ്കിലും എന്നെ കുറച്ച് പേർക്കേ അറിയുള്ളൂ. കാരണം ഞാൻ പുറത്തിറങ്ങുമ്പം ആണോ അതിലുള്ള ആളാണോ എന്നേ ചോദിക്കുള്ളൂ.
മനസ്സിലാവില്ല. കാരണം ഞാൻ ചെയ്യുന്നതൊക്കെ അമ്മ ക്യാരക്ടറാണ്. ഞാൻ പുറത്തിറങ്ങി ഇന്നാണ് ഞാൻ സാരി ഉടുത്തത്, അല്ലെങ്കിൽ ജീൻസ് ഇല്ലെങ്കിൽ ടോപ്പൊക്കെ ഇട്ടതെന്ന് ആയിരിക്കും അറിയില്ല എന്നെ. സാരി ഉടുത്തിട്ട് ഒക്കെ വന്ന് ഹെയർ സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റിയാൽ അറിയാം. അറിയാം. അപ്പോൾ ഇപ്പോൾ എന്താണ് കുറച്ച് പേരുള്ളത് മൊത്തത്തിൽ അങ്ങനെ എവിടെയൊക്കെ അറിഞ്ഞു. പബ്ലിക്കിലുള്ള റിയാക്ഷൻ എങ്ങനെയാ, ആളുകളുടെ ഒരു സ്നേഹം എങ്ങനെയാ? ഇന്നലെ രാത്രി രാജസ്ഥാൻ എന്നുള്ള 3 പേര് യൂട്യൂബിൽ സാറിനെ കണ്ടു എന്ന് പറഞ്ഞ് നിർത്തി ഫോട്ടോ എടുത്തിട്ട് പോയി. ആന്ധ്രയിൽ ലിഫ്റ്റിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ കോളേജിൽ പോകുമ്പോഴോ അവരുടെ റെക്കഗ്നിഷൻ, സാറ് ആ കല്യാണം കഴിച്ച ഇപ്പോൾ ഹോട്ടലിൽ ആഹാരം കഴിക്കുമ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച നിങ്ങളുടെ വീഡിയോ കണ്ടു എന്ന് പറഞ്ഞ് ഓക്കെ നൈസ്, ആ റെക്കഗ്നിഷൻ. പിന്നെ ടു എൻ എക്സ്റ്റെൻറ്റ് ഇവരെന്തായി കാണിക്കുന്നത് എന്ന് പറയുന്ന വീഡിയോ പോലും അത് കണ്ട ആൾക്കാരുണ്ട്. ഡൽഹിയിൽ നിന്നൊരു ഫാമിലി അവർ ലിഫ്റ്റിൽ കയറുമ്പോൾ അവരിങ്ങനെ നോക്കിയിട്ട് എന്നെ നോക്കിയിട്ട് ഞാൻ നിങ്ങളുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തിന് പല ആൾക്കാരും മുത്തശ്ശാന്ന് വിളിച്ചുകൊണ്ടിരുന്നവർ എങ്ങനെ മുത്തശ്ശാന്ന് വിളിക്കും, നിങ്ങൾക്ക് 49 വയസ്സല്ലേ ഉള്ളൂ എന്ന് പോലും. ഒത്തിരി സന്തോഷമുണ്ട്. അക്സെപ്റ്റിങ്. ഇപ്പൊ ഒരുപാട് കുടുംബങ്ങൾ ആയി, കുറേ കുടുംബങ്ങൾ കൂടെ നമ്മൾ ഒരു അംഗമായി മാറിയില്ലേ. അവരുടെ മനസ്സിൽ നമുക്കൊരു സ്ഥാനം. പലപ്പോഴും എല്ലാവരെയും ഒന്ന് വിളിച്ച് സംസാരിക്കാനൊന്നും പറ്റില്ലായിരിക്കാം. ദാറ്റ്സ് എ ഡിഫിക്കൽട്ട് സ്റ്റാഫ്. ഉള്ളത് പറ്റുന്നത് എല്ലാവർക്കും അപ്പോയിൻമെൻറ്റ് വേണം, എല്ലാവർക്കും ലീഗൽ സൈഡാണെങ്കിലും ഇല്ല മെൻ്റൽ ഹെൽത്തിൻ്റെ ആയാലും ആൾക്കാർ മെയിലൊക്കെ അയക്കുന്നുണ്ട്. ഐ എം ട്രൈങ് ടു സ്ക്വീസ് ഇൻ ആസ് മച്ച് ആസ് പോസിബിൾ. നോക്കാം. ഇപ്പോൾ ഈ 45 കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഈ സൊസൈറ്റിനെ പേടിച്ച് നിൽക്കുന്ന ആളുകളുണ്ടല്ലോ, അവരോട് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? അതൊരു വലിയൊരു ഏജ് ആയിട്ട് കാണുന്നവരുണ്ട്, ഇനി എന്തിനാ കല്യാണം കഴിക്കണമെന്ന് ചിന്തിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ അത് അടുത്ത കല്യാണം വെച്ച് പരാജയം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചുറ്റും കേട്ടുകൊണ്ടിരിക്കുക. ആഗ്രഹം ഉണ്ടാവും, പക്ഷേ സൊസൈറ്റീനെ നോക്കിക്കണ്ട് വേണോ വേണ്ട ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്നു. ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിച്ചത് ബെഡിൽ കിടന്നില്ല. രാത്രി ബെഡിൽ കിടക്കാൻ പേടിയുണ്ടോ? ഇല്ല. സിമ്പിൾ മറുപടി. Because it doesn't mean that it has to fail every time. If it fails, yeah, it is meant to fail. അത്രയേ ഉള്ളൂ. പിന്നെ ഏജ്, ബാക്കിയുള്ള എല്ലാ കാര്യത്തിലും ഏജ് സെറ്റ് നമ്പർ എന്ന് പറയുമ്പോൾ ഇതിന് മാത്രം എന്തിന് അതിന് ഇത്രയും വാല്യൂ കൊടുക്കണം? കുഞ്ഞുമോക്ക് ആദ്യം ആഗ്രഹം ഉണ്ടായിരുന്നത് വയസ്സായ വയ്യാണ്ടായ കുട്ടികൾ സേഫാകുന്ന ഒരു വീടുള്ള ഒരു വയസ്സായ മനുഷ്യൻ. ഒരുപാട് സാമ്പത്തികമല്ല, കുറച്ച് കയറി കിടക്കാൻ ഒരു വീട് വേണം. അത് ഞാൻ കുറെ എൻ്റെ ഫ്രണ്ട്സൊക്കെ അറിയാം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ. അല്ല, അതിലിപ്പോ എനിക്ക് പ്രായവും ആയിട്ടില്ല വയ്യാണ്ടും ആയിട്ടില്ല, ബാക്കിയെല്ലാം ഓക്കെ. അപ്പൊ ആഗ്രഹം സഹായിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ സഹായിച്ചു കൊടുക്കാം, എനിക്ക് അതിലും പ്രശ്നമൊന്നുമില്ല. ബട്ട് ഐ എം സെയിങ് ഈ ഏജ് ഫാക്ടറോ അതൊന്നും അല്ല ശരിക്കും. ഇപ്പോൾ ഒരു സീരിയലിനകത്ത് അങ്ങനെ ഒരു കാര്യം കാണുമ്പം എല്ലാവരും കൈയടിക്കുന്നുണ്ട്. സീരിയലിനകത്ത് അവിഹിതം കണ്ടാൽ പോലും എല്ലാവർക്കും ഒത്തിരി സന്തോഷം. എന്തുകൊണ്ട് റിയൽ ലൈഫിൽ ഇത് അവിഹിതമൊന്നുമല്ല, പ്രോപ്പറായിട്ട് വിഹിതമായിട്ടുള്ള ഒരു മാരേജാണ്. ഇതിന് നിങ്ങൾക്ക് ഡിസ്റ്റോർട്ടഡ് ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ അത് കുഴപ്പമൊന്നും പറയില്ല. അത് ഒരു രോഗമാണ്, മരുന്നില്ല, മാറും. ഗെറ്റ് വെൽ സൂൺ. ഇപ്പൊ ലാസ്റ്റ് ക്വസ്റ്റ്യൻ വൈൻഡ് അപ്പ് ചെയ്യാം. ഈ പറയണ ഇപ്പം ചേച്ചി ഇപ്പം മോഡേൺ ആയിട്ട് നടക്കുന്ന ഒരാളാണ്. നമ്മൾ ചിലപ്പോൾ ജീൻസ് ഇപ്പൊ എനിക്കൊന്ന് ലേറ്റസ്റ്റ് യൂട്യൂബ് വീഡിയോയിലും ഓരോ വാർത്തകൾ വരുന്ന കൂട്ടത്തിൽ സ്ലീവ്ലെസ് ഇട്ടതിനെ കുറിച്ചും ആളുകൾ ഭയങ്കരമായിട്ട് വാർത്തയാക്കി. അതെന്തിനാ ഇത്ര വാർത്തയാക്കേണ്ട ആവശ്യം നമുക്ക് തോന്നിപ്പോവും. പക്ഷെ ആളുകൾ അതുപോലും നോട്ടീസ് ചെയ്യുമ്പോൾ അത് എങ്ങനെയാ നിങ്ങൾ എടുക്കണത്? എനിക്കത് കുഴപ്പമില്ല. അല്ല, എന്താ സ്ലീവ്ലെസ് ഞാൻ ഇടാറുണ്ട്. ഞാൻ ഇട്ടത് അവർ കണ്ടിട്ടുണ്ടാവില്ല. ഞാൻ ടർക്കിഷ് പാന്റ് ഇടുന്ന കണ്ടിട്ട് മുത്തശ്ശൻ പാവാട ഇട്ടോണ്ട് പോകുന്നു. എനിക്ക് കംഫർട്ട് അതാണ്. ഇല്ല, അതുപോലും വാർത്തയാക്കി മാറ്റി. എന്താ കുഴപ്പം? അല്ലേ, ഏട്ടന് കുഴപ്പമുണ്ടോ? പിന്നെ വേറെ ആർക്കാണ് കുഴപ്പമൊക്കെ ഇനി ഉണ്ടെങ്കിൽ നമ്മൾ മൈൻഡ് ചെയ്യാൻ പോകില്ല. ഇനി നിങ്ങളുടെ ഭാവി കാര്യങ്ങൾ എങ്ങനെയാ? ആൻഡ് എന്തായാലും ഒരു ബ്രേക്ക് എടുത്ത് നിങ്ങൾക്കായിട്ട് ഒരു സമയം കണ്ടെത്തും. കാരണം ആള് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ആ കാര്യം, നിങ്ങളുടെ പ്ലാനിങ് കാര്യം. ഇനി അങ്ങോട്ട് എന്താണ് പ്ലാൻ ചെയ്യുന്നത്? നമ്മുടേതായ ഒറ്റയ്ക്കുള്ള ലോകം ഇല്ല, എല്ലാവരും കൂടി. ഇപ്പൊ ഏട്ടൻ്റെ അമ്മേനായാലും അച്ഛനായാലും ഇപ്പം അപ്പേൻ്റെ ഞാൻ ഇപ്പം അല്ല എത്ര ദിവസമായി കാണാത്തത് അറിയോ? അല്ലെങ്കിൽ ഞാൻ ഇടക്കിടക്ക് പോകുന്നു. ഞാനായിപ്പോൾ കണ്ടിട്ടേ ഇല്ല. കല്യാണം കഴിഞ്ഞ ആ സമയത്ത് കണ്ടതേ ഉള്ളൂ, പിന്നെ കണ്ടിട്ടില്ല. അങ്ങനെ ചിന്തിക്കാന്ന് പറയണത് നമ്മുടെ കൂടെ നമ്മുടെ ഫാമിലി വേണമെന്ന് ചിന്തിക്കാന്ന് പറയുന്നത് ഇപ്പൊ റയർ ആയിട്ടുള്ള കാര്യമാണ്.
അതിലാണ് ഒരു കയ്യടി ആദ്യം. അല്ലേ ഞാൻ ആദ്യം പറഞ്ഞതല്ലേ, എനിക്ക് അപ്പനെ കിട്ടി, അമ്മയെ കിട്ടി, നമുക്ക് എല്ലാവരും കൂടി ഒന്നിച്ച് നിൽക്കാം. അല്ല അങ്ങനെ നമ്മൾ വേറെ പോയി അങ്ങനത്തെ ഒരു ലൈഫ് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. എല്ലാവരും കൂടി ഒന്നിച്ചിട്ട് അങ്ങനെ ഞാൻ അന്നും പറയുന്ന ഇന്നും പറയും, അതേ ഉള്ളൂ. അല്ലാണ്ട് എനിക്ക് വേറെ അങ്ങനെ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്ന ആളുകളുണ്ടല്ലോ, നെഗറ്റീവ് കാര്യമൊക്കെ നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കെങ്കിലും ഒരുപാട് പേര് സ്നേഹിക്കുന്നവരുണ്ട്, കാണണം, നിങ്ങളെ നേരിട്ട് കാണണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്, സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. ഇപ്പോൾ ഓരോ വീഡിയോസ് വരുമ്പോൾ വിഷ് ചെയ്യുന്ന ആളുകളുണ്ട്. നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പ്ലാൻ ഉണ്ട്? പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ. നിങ്ങളുടെ ഡെയിലി നടക്കുന്ന കാര്യങ്ങൾ അറിയാൻ കാത്തിരിക്കുന്ന ഒരുപാട്. നിങ്ങൾ സമ്മതിക്കും യൂട്യൂബ് ചാനൽ തുടങ്ങാൻ? ആ അല്ല, അപ്പൊ പിന്നെ എനിക്ക് ഈ ഇന്റർവ്യൂ തരാൻ എനിക്ക് സൗകര്യം ഉണ്ടാവില്ല. അത് അങ്ങനെ ഞാൻ എന്റെ ചാനലല്ലേ ഞാൻ പ്രൊമോട്ട് ചെയ്യും. എന്നാലും ഇടയ്ക്കൊക്കെ ഒരു ഇന്റർവ്യൂ കൊടുക്കില്ലേ? എന്നാലും നിങ്ങൾ സമ്മതിക്കോ? ഞങ്ങള് അത്രേ ഉള്ളൂ. എല്ലാവരും ഹാപ്പി ആവണം. ലൈക്ക് യു ഗെറ്റ് യുവർ ഷെയർ ഓഫ് ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് ഓർ വട്ടെവർ. അതേപോലെ തന്നെ എല്ലാം. ഞാനൊരു യൂട്യൂബ് ചാനൽ റൺ ചെയ്തതാണ്, അത് മോണിറ്റൈസിങ് ലെവലിലേക്ക് വന്നതാണ്. സക്സസ് ആവാത്ത ആൾക്കാരിനെ ഇൻ്റർവ്യൂ ചെയ്ത് അവരുടെ ആഗ്രഹങ്ങളും ഡ്രീംസ് ആസ്പിറേഷൻസ് അതിനെ വെച്ചിട്ട് ഒരു ഇൻ്റർവ്യൂ സീരീസ് തന്നെ ചെയ്തതാണ്. അതിനകത്ത് ഞാൻ പാട്ട് പാടിയിട്ടുണ്ട്, ഇതെല്ലാം ഉണ്ട്. നോബഡി നോസ്. കുഞ്ഞുമോള് തന്നെ അതിലെ വീഡിയോസ് പലതും റിപ്പീറ്റഡ് ആയിട്ട് കണ്ടിട്ടുണ്ട് ഏപ്രിൽ തൊട്ട്. നല്ലതാന്ന് പറയുന്നു. ഐ എം ഹാപ്പി അബൌട്ട് ഇറ്റ്. നല്ലതാ. യൂട്യൂബ് ചാനലിന്റെ പേരെന്തായിരുന്നു? ഞങ്ങളിപ്പോ സെർച്ച് ചെയ്ത് നോക്കാം. ഓവർ എ കപ്പ് ഓഫ് ടീ. ഓവർ എ കപ്പ് ഓഫ് ടീ. ഓവർ എ കപ്പ് ഓഫ് ടീ. സെർച്ച് ചെയ്യും. ഓക്കെ, എന്തായാലും കാണാം. ഇനിയിപ്പോൾ സബ്സ്ക്രൈബേഴ്സ് അങ്ങോട്ട് കയറിക്കോളൂ. ഇനി അങ്ങനത്തെ വീഡിയോസ് ചെയ്യട്ടോ. എന്തായാലും കണ്ടിട്ട് അഭിപ്രായം പറയാം. ഒരുപാട് സന്തോഷം നിങ്ങളെ കണ്ട് സംസാരിക്കാൻ പറ്റിയില്ല. എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കുക, നെഗറ്റീവ് ഒന്നും എടുക്കണ്ട. ഇവിടെ പിന്നെ എടുക്കുകയില്ല എന്നറിയാം, എപ്പോഴും പോസിറ്റീവ്ലി ജീവിക്കുന്ന ആളുകളാണ്. അപ്പം എല്ലാവിധ ആശംസകളും നേരാണ്. നിങ്ങൾ സ്നേഹിക്കുന്ന കുറച്ച് പേരുണ്ടല്ലോ? കുറച്ചല്ല, ഒരുപാട് പേരുണ്ട്. അറിയാത്ത ഒരുപാട് ആൾക്കാർ എവിടുന്നല്ല നമ്പറൊക്കെ എടുത്ത് കോൾ ചെയ്യുന്നുണ്ട്. എനിക്ക് നല്ല നല്ല എന്താണ് അങ്ങനെയും ചെയ്യണം ഇങ്ങനെ ചെയ്യണം, ഒന്നും ചിന്തിക്കേണ്ട, വേറെ ഒന്നും ചിന്തിക്കേണ്ട, അതുകൊണ്ട് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, അവരെല്ലാം ഒരു മനസ്സിനകത്തേക്കൊരു നമുക്കൊരു സ്ഥാനം തന്നില്ലേ, അവരുടെ കുടുംബത്തിലെ ഒരംഗത്തെ പോലെ നമ്മളെയും കണ്ടു. സന്തോഷം. ഇൻഡോറിലും പഞ്ചാബിലുള്ള ആൾക്കാരൊക്കെ ഇതാണ് എൻ്റെ ഹവേലി, നിങ്ങൾ ഇവിടെ വന്ന് താമസിക്കണം എന്നൊക്കെ പറയുമ്പോൾ വി ആർ ഓണേർഡ്. ഒത്തിരി സന്തോഷമുണ്ട്. സന്തോഷം സംസാരിക്കാൻ പറ്റിയാൽ. ഹാപ്പി ആയിട്ടിരിക്കാം. എല്ലാവരും ആശംസകളും. താങ്ക് യു വെരി മച്ച്.